വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. അബ്ദുൾ റഹീമിനായി നാട് ഒന്നിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദിയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് ആവശ്യമായ 34 കോടിയും സമാഹരിച്ചു. ഓഡിറ്റിംഗ് പൂർത്തിയാക്കി ആകെ ലഭിച്ച തുക നിയമസഹായ നിധി തിട്ടപ്പെടുത്തി. 18 വർഷത്തിനു ശേഷം മകനെ കാണാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഉമ്മ ഫാത്തിമ 24-നോട് പറഞ്ഞു. പൂർത്തിയായത് അഭിമാന ദൗത്യമെന്ന് ജനകീയ കൂട്ടായ്മയുടെ രക്ഷാധികാരി ആലുങ്കൽ മുഹമ്മദ് പറഞ്ഞു. വെറുപ്പിന്റെ പ്രചാരകർ നാടിനെതിരെ നുണക്കഥകൾ ചമയ്ക്കുമ്പോൾ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറിയെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സും കാരുണ്യവും തുണയായതോടെ അസാധ്യമെന്നു കരുതിയ 34 കോടി രൂപ ദിവസങ്ങൾക്കകം അബ്ദുൾ റഹീമിനായി സമാഹരിച്ചു. 3 ദിവസം ബാക്കി നിൽക്കെയാണ് ധനസമാഹരണം പൂർത്തിയായത്. മോചനത്തിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ജനകീയ കൂട്ടായ്മയുടെ രക്ഷാധികാരി ആലുങ്കൽ മുഹമ്മദ് 24-നോട് പറഞ്ഞു. ഞങ്ങൾ ഏറ്റെടുത്ത ഈ ദൗത്യം എങ്ങനെ നിർവഹിക്കുമെന്ന് ആലോചിക്കുന്നതിനിടയിൽ 24-ൻ്റെ MD ശ്രീകണ്ഠൻ നായരെ വിളിച്ച് ഈ കാര്യം അറിയിക്കുകയും അദ്ദേഹം ഇതിനെ ഏറ്റെടുത്ത് ഓരോ പ്രൈം ന്യൂസിൻ്റെ ബുള്ളറ്റിലും പ്രത്യേകമായിട്ട് ഇതിന് സമയം കൊടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹവും 24 ടീമും ചെയ്ത നല്ലൊരു പ്രവർത്തനത്തിൻ്റെ ഫലമായി ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തകരും മറ്റു മീഡിയ ആളുകളും ഇതിനെ ഏറ്റെടുത്ത് വലിയ ഒരു വൻ വിജയമാക്കി ഇതിനെ മാറ്റാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് മലയാളികളുടെ ഒത്തൊരുമയാണ്, മലയാളികളുടെ സ്നേഹമാണ്. പെരുന്നാൾ ദിനത്തിൽ നിറഞ്ഞു തുളുമ്പിയ ഉമ്മയുടെ കണ്ണിൽ സന്തോഷവും പുഞ്ചിരിയും. എല്ലാവരോടും നന്ദി. എൻ്റെ കുട്ടിയോട് കഴിച്ചിലായി കിട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് കാണട്ടെ, കാട്ടിത്തരഞ്ഞതിന് നിങ്ങളൊക്കെ സഹകരിച്ചതിന് നിങ്ങളൊക്കെ നന്ദി. എല്ലാവരോടും നന്ദി പറയണം, വേറൊന്നും പറയാനില്ല. എല്ലാവർക്കും നന്ദി, ശുക്ർ തന്നെ. ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ച് കണ്ടതുകൊണ്ടിട്ട് അൽഹംദുലില്ലാ എല്ലാവരോടും ശുക്ർ ചെയ്യാം. സഹകരിച്ചവർക്കും ശുക്ർ. നീണ്ട കാലത്തിന് ശേഷമാണ് ഈ ഇളം പുഞ്ചിരിയോട് കൂടി നമ്മൾ കാണുന്നത്. നമ്മൾ നാട്ടുകാരാണ്, ഹെൽപ്പ് ഡെസ്കിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഈ ചാനൽ എല്ലാ ദിവസവും ഞങ്ങളെ വേണ്ട രീതിയിൽ ഏറ്റെടുത്തിട്ട് പുറത്തേക്ക് ലൈവ് കാണിച്ച വ്യക്തികളാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ ചാനലിനെയും ഈ വ്യക്തികളെയും നമ്മൾ ഒരിക്കലും മറക്കൂല. പണം ഉടൻ എംബസി മുഖേന സൗദിയിലെത്തിക്കും. 1 മാസത്തിനകം അബ്ദുൾ റഹീമിന് നാട്ടിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ കണ്ടതാണ് ദ റിയൽ കേരള സ്റ്റോറി. പ്രിയ മനുഷ്യരെ, നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഒരു മനുഷ്യന് പുതുജീവൻ നൽകാൻ കഴിഞ്ഞതിൽ. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ജിദ്ദയിൽ രൂപീകരിച്ച ജനകീയ കൂട്ടായ്മ ലക്ഷ്യം കണ്ട ചാരിതാർത്ഥ്യത്തിലാണ്. പണസമാഹരണത്തിൽ സഹകരിച്ചവർക്ക് നന്ദി പറഞ്ഞ ഭാരവാഹികൾ 24 നടത്തിയ ഇടപെടൽ പ്രശംസനീയവും മാതൃകാപരവുമാണെന്ന് പറഞ്ഞു. ജിദ്ദയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലയാളികളുടെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആഴം തിരിച്ചറിഞ്ഞ ദിവസങ്ങളാണ് കടന്നുപോയത്. റിയാദിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനു വേണ്ടി 34 കോടി രൂപ എന്ന വളരെ ഭീമമായ തുക വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് സമാഹരിക്കാൻ ഈ മലയാളികൾക്ക് ഈ കഴിഞ്ഞ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ സാധിച്ചു. ചെറുതല്ലാത്ത രൂപത്തിൽ 24-നും അതിൻ്റെ പങ്കാളിയാകാൻ സാധിച്ചു എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം 24-ൻ്റെ ചെയർമാൻ കൂടിയായ ശ്രീ ആലുങ്കൽ മുഹമ്മദിൻ്റെ ഇടപെടലാണ്. ഏതായാലും ആലുങ്കൽ മുഹമ്മദ് മുഖ്യ രക്ഷാധികാരിയായി ജിദ്ദയിൽ രൂപീകരിച്ച ഒരു കൂട്ടായ്മ, ജനകീയ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ പ്രവർത്തകരാണ് എനിക്കൊപ്പം ഇപ്പോൾ ഉള്ളത്. ഇത് ഫണ്ട് സമാഹരണം ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിയ സ്ഥിതിക്ക് അവരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം എങ്ങനെ അതിൻ്റെ ചെയർമാൻ ശ്രീ അബൂബക്കർ അരിമ്പ്ര അത് തന്നെ വിശദീകരിക്കും. ജിദ്ദയിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുകയും ജിദ്ദയിലെ എല്ലാ സംഘടനകളുടെയും യോഗം വിളിച്ച് വളരെ വിപുലമായതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഇപ്പോൾ അന്തിമമായി നിൽക്കുമ്പോൾ ഏകദേശം ജിദ്ദയിൽ നിന്ന് 80 ലക്ഷം രൂപയോളം അക്കൗണ്ടിലേക്ക് എത്തിയ കണക്ക് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയും വിവിധ സംഘടനകളും കൂട്ടായ്മകളും ഒക്കെ അയച്ച പൈസയുടെ റെസിപ്റ്റ് കിട്ടാനുണ്ട്. അപ്പോൾ ഏകദേശം 1 കോടിയുടെ മുകളിൽ ജിദ്ദയിൽ നിന്ന് വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജിദ്ദയിൽ നിന്ന് 50 ലക്ഷത്തോളം രൂപ KMCC മാത്രം അയച്ചിട്ടുണ്ട്. മറ്റ് വിവിധ സംഘടനകളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായ കണക്ക് പ്രകാരം 30 ലക്ഷത്തിൻ്റെ വേറെയും കണക്കുണ്ട്. അങ്ങനെ 80 ലക്ഷത്തോളം രൂപയായിട്ടുണ്ട്. ഇനിയും നിരവധി സംഘടനകളും കൂട്ടായ്മകളും ബാങ്കിലേക്ക് അയച്ച തുകയുടെ കണക്ക് കൂടി ലഭ്യമായാൽ ഏകദേശം 1 കോടി കടക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജിദ്ദയിലെ പ്രവാസി സമൂഹം ഈ ഒരു വലിയ ഉദ്യമവുമായി ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ
ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രിയങ്കരനായ ആലുങ്ങൽ മുഹമ്മദ് സാഹിബ് അടക്കമുള്ള ജിദ്ദയിലെ പ്രമുഖരായ ആളുകൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുകയും 24 അടക്കമുള്ള ടെലിവിഷൻ ചാനലുകളും പത്രമാധ്യമങ്ങളുമൊക്കെ ഈ വലിയ ശ്രമത്തിന് പിന്തുണയും പിൻബലവുമായും നിൽക്കുകയും ചെയ്തപ്പോൾ ഇത് വലിയ വിജയകരമായി ജിദ്ദയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തി ഞങ്ങൾക്കുണ്ട്. ഈ കൂട്ടായ്മയുടെ ചീഫ് കോർഡിനേറ്ററാണ് ഹിഫ്സുർ റഹ്മാൻ പറയുന്നു. നമുക്ക് വളരെയേറെ സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഇന്ന് കൂടിയ സമയത്ത് തന്നെ നിരവധി ആളുകൾ, പല ആളുകളും അവരുടെ ഓഫറുമായിട്ട് വന്നിട്ട് നമുക്കത് സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം നമ്മളുള്ളത്. തീർച്ചയായിട്ടും ജിദ്ദ സമൂഹം മൊത്തം അത് ഏറ്റെടുത്തു. അത് ഏറ്റെടുക്കുന്നതിൻ്റെ പ്രധാന കാരണം എനിക്ക് പറയാൻ നമ്മുടെ സുഹൃത്ത് ജലീൽ കണ്ണമംഗലം തന്നെയായിരുന്നു. അതിൻ്റെ ഒരു തുടക്കക്കാരൻ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവും കൂടിയുണ്ട്. അതുപോലെ തന്നെ 24 ലൈവായിട്ട് നമുക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച മുഴുവനായിട്ടും അവരുടെ മോർണിംഗ് ഷോ കംപ്ലീറ്റ് ഇതിനു വേണ്ടി ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് റീച്ച് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നല്ല രീതിയിൽ ജനങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളുടെ സപ്പോർട്ട് ഇതിന് പരമാവധി ലഭിക്കുകയും ഇപ്പോൾ തന്നെ നമുക്കറിയാം സൗദി അറേബ്യയിലെ മിക്ക പ്രദേശങ്ങളിൽ നിന്നുള്ള ഫണ്ടുകൾ ഇനിയും എത്രയോ കളക്ട് ചെയ്ത് വിടാനുണ്ട്. ഇപ്പോൾ സാധ്യമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ 80 ലക്ഷത്തിന് മുകളിൽ തന്നെ നമ്മുടെ കണക്ക് പ്രകാരമായി. അതിൽ കൂടുതലും ഇനിയും കോടികൾ കടക്കാനുള്ള സാധ്യതയാണ്. സാധാരണക്കാർ ഒരുപാട് വന്നിട്ട് തന്നെ ഞങ്ങൾ അവരെ തിരിച്ചയക്കേണ്ട ഒരു ഗതികേട് കൂടി ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇത്രയും നല്ല രീതിയിൽ നമ്മോട് സഹകരിച്ച ജിദ്ദയിലുള്ള എല്ലാ സംഘടനാ പ്രതിനിധികളും, എല്ലാ സാമൂഹ്യ പ്രവർത്തകരും, മാധ്യമരംഗത്തുള്ളവരും, ബിസിനസ്സുകാരും, എല്ലാ രീതിയിലുള്ള ആളുകളോടുമുള്ള കടപ്പാടും നന്ദിയും ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഏതായാലും നാട്ടിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ സ്വരൂപിച്ച ഈ ഫണ്ട് മുഴുവനും ഇനി റിയാദിലേക്ക് എത്തിച്ച് ഈ കുടുംബത്തെ ഏൽപ്പിച്ച് അബ്ദുറഹീമിനെ മോചിപ്പിക്കുക, അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് ഇനി ഈ ജനകീയ കൂട്ടായ്മകളുടെയൊക്കെ ഇനി അടുത്ത ലക്ഷ്യം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് ആവശ്യമായ പണസമാഹരണം ലക്ഷ്യത്തിലെത്തിയതിന്റെ ആവേശത്തിലാണ് റിയാദിലെ നിയമസഹായ സമിതി പ്രവർത്തകർ. 3 മാസത്തിനകം റഹീമിന്റെ ജയിൽ മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് സമിതിയുടെ നേതാക്കളും പ്രവർത്തകരും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിവന്ന കാരുണ്യത്തിൻ്റെ നീർപ്രവാഹം ഒടുവിൽ 34 കോടി രൂപ എന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നതിൻ്റെ ആവേശത്തിലാണ് റിയാദിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി പ്രവർത്തകർ. കഴിഞ്ഞ 2 മാസമായി ഇതിനായി രാപ്പകൽ പ്രവർത്തിക്കുന്ന ഇവരുടെ ഇച്ഛാശക്തിയുടെയും സമർപ്പണത്തിൻ്റെയും വിജയം കൂടിയാണ് ഈ നിമിഷം. അസാധ്യമായ ഒരു സംഖ്യയാണ് നമ്മൾ എത്തിപ്പിടിച്ചത്. കാരണം കേരളത്തിലുള്ള ജനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച്, പ്രവാസ ലോകത്തുള്ള മലയാളികളിലൊക്കെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഈ ദൗത്യത്തിന് മുന്നിട്ടിറങ്ങിയത്. വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഇന്നുള്ളത്. കാരണം റഹീമിൻ്റെ ഉമ്മാൻ്റെ കണ്ണുനീരിന് ഇന്ന് വില കണ്ട ഒരു ദിവസമാണ്. ഞങ്ങൾ ഇതിൻ്റെ മോചനത്തിന് വേണ്ടി ഏതറ്റം വരെ പോകും. പക്ഷെ എങ്ങനെ വന്നാലും ഞങ്ങൾ മോചനം സാധ്യമാക്കുന്ന റിയാദ് ഹൈക്കോടതിയിൽ വെച്ചിട്ട് ഞാൻ റഹീമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാക്കാണ് ഇപ്പം സർവശക്തൻ്റെ അനുഗ്രഹത്തോടെ അത് പൂർത്തീകരിച്ചിരിക്കുന്നത്. മൊത്തം ലോകം ഏറ്റെടുത്തുകൊണ്ട് വലിയൊരു ദൗത്യമായി ഇതിനെ വിജയിപ്പിക്കും. ഫണ്ട് സമാഹരണത്തിനായി രൂപീകരിച്ച ആപ്പ് വഴി 30 കോടിയിലേറെ രൂപയാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ എത്തിയത്. ഇതോടെ ആപ്പിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇനിയും തുക ലഭിക്കാനുണ്ട്. ഇവയുടെ കണക്കുകൾ പരിശോധിക്കേണ്ടതുമുണ്ട്. ഇതിനാലാണ് ആപ്പിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ചത്. കൂടാതെ റഹീമിൻ്റെ മോചനത്തിന് ആവശ്യമായ തുക മാത്രം സമാഹരിച്ചാൽ മതിയെന്നും കമ്മിറ്റി നേരത്തെ തീരുമാനിച്ചിരുന്നു. ആകെയുള്ള കണക്കുകൾ പരിശോധിച്ച ശേഷം ഇനിയും പണം ആവശ്യമാണെങ്കിൽ മാത്രമേ ആപ്പ് വഴി വീണ്ടും ഫണ്ട് സമാഹരണം നടത്തുകയുള്ളൂ എന്നും നേതാക്കൾ അറിയിച്ചു. കൊല്ലപ്പെട്ട സൗദി പൗരൻ്റെ കുടുംബം ദിയാധനമായി ആവശ്യപ്പെട്ട പണം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വഴി ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുക എന്നതാണ് റഹീമിൻ്റെ മോചനത്തിനായുള്ള അടുത്ത നടപടിക്രമം. തുടർന്ന് റിയാദിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുറന്ന് അതിലേക്ക് ഈ പണം കൈമാറ്റം ചെയ്യണം. കൊല്ലപ്പെട്ട സൗദി പൗരൻ്റെ കുടുംബം ദിയാധനമായി ആവശ്യപ്പെട്ട പണം തയ്യാറായിട്ടുണ്ടെന്ന് വധശിക്ഷ വിധിച്ച സുപ്രീം കോടതിയെ അറിയിക്കുക എന്നതാണ് അടുത്ത നടപടിക്രമം. തുടർന്ന് സൗദി കുടുംബത്തിന് ചെക്ക് കൈമാറുകയും ആഭ്യന്തര മന്ത്രാലയത്തിലും നീതിന്യായ മന്ത്രാലയത്തിലുമുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നതോടെ റഹീമിൻ്റെ മോചനം സാധ്യമാകുമെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരി 24 പറഞ്ഞു. വിലപ്പെട്ട ഒരു മനുഷ്യജീവൻ സംരക്ഷിക്കുക എന്ന മഹത്തായ കർമ്മത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കുകയാണ് ഇപ്പോൾ. ഇനി അബ്ദുൾ റഹീമിനെ നാട്ടിലേക്ക് അയക്കണം.
ഇതിനായുള്ള പ്രവർത്തനത്തിലാണ് റിയാദിലെ സാമൂഹിക പ്രവർത്തകർ. റിയാദിൽ നിന്നും ഇസ്മായിൽ പയ്യോളി, 24. മലപ്പുറം തലപ്പാറയിൽ വാഹനാപകടം. KSRTC ബസ് നിയന്ത്രണം വിട്ട് 10 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഷാദ് റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷാദ്, ഏറ്റവും പുതുതായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? പരിക്കേറ്റവരുടെ ആരോഗ്യനില ഗുരുതരമല്ല എന്നുള്ള ആശ്വാസകരമായ വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നു. ഷാദ്, എന്താണ് പുതിയ വിവരങ്ങൾ? അതാണ് റിജിത്ത്. അതായത് പരിക്കേറ്റവരുടെ പരിക്കൊന്നും തന്നെ അത്ര ഗുരുതരമല്ല. അതുകൊണ്ട് തന്നെ അത് വലിയ ആശ്വാസം നിറഞ്ഞ വാർത്തയാണ്. തൃശൂർ കോഴിക്കോട് സംസ്ഥാന പാതയിലാണ് മലപ്പുറം തലപ്പാറയിൽ KSRTC ബസ് 10 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. യാത്രക്കാരായ 20ഓളം പേർക്കാണ് കാര്യമായിട്ടുള്ള പരിക്കുള്ളത്. പരിക്കേറ്റവരെല്ലാം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ 20 പേരുടെ പരിക്ക് സാമാന്യം ഭേദപ്പെട്ട പരിക്കുകളാണ്. പക്ഷേ എങ്കിൽ പോലും അതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരം. കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്നു KSRTC ബസ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ ഈ ദേശീയപാതയുടെ പണിക്കായി കുഴിയെടുത്തത് കാണാത്തതാണ് അപകടത്തിന് കാരണം എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായിട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നാട്ടുകാരും ഒപ്പം തന്നെ പോലീസും ഈ രക്ഷാപ്രവർത്തകരും ചേർന്നാണ് അവിടെ ഈ പരിക്ക് പറ്റിയ ആളുകളൊക്കെ തന്നെ കൃത്യസമയത്ത് ഇവിടെ നിന്നും എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. കൃത്യസമയത്ത് തന്നെ രക്ഷാപ്രവർത്തനം നടന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിയിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസം നിറഞ്ഞ കാര്യമാണ്. ഈ രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ ദേശീയപാതയിൽ പണി നടക്കുന്ന ഇടങ്ങളിൽ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ബസ് ഇത്തരത്തിൽ 10 അടി താഴ്ചയിലേക്ക് മറിയുന്നത്. എന്തായാലും കാര്യമായിട്ട് ആർക്കും തന്നെ പരിക്കുകളില്ല. എന്നാലും ചെറിയ പരിക്കുള്ളവരെ തന്നെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഏകദേശം 60ഓളം പേരാണ് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. അതിൽ 20 പേരുടെ പരിക്കാണ് കാര്യമായിട്ടുള്ളത് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. അമേരിക്കയിലെയും കാനഡയിലെയും വിദ്യാർത്ഥികളെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പദ്ധതികളുടെ ഭാഗമാക്കുന്ന 24 USA സീറ്റ് ടു സ്കൈ പ്രോഗ്രാം തുടർച്ചയായ 3ാം വർഷത്തിലേക്ക്. ഭൗമദിനാഘോഷങ്ങളുടെ ഭാഗമായി അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിൽ കുട്ടികളും മാതാപിതാക്കളും വോളണ്ടിയേഴ്സും പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾക്കായി കൈകോർക്കും. ശനിയാഴ്ച ഹ്യൂസ്റ്റണിലാണ് ഈ വർഷത്തെ പ്രോഗ്രാമുകൾക്ക് തുടക്കമാവുക. ലോക ഭൗമദിനത്തോടനുബന്ധിച്ച് മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റണാണ് സീറ്റ് ടു സ്കൈയുടെ ഈ വർഷത്തെ ആദ്യ പരിപാടിയുടെ സംഘാടകർ. മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് മാത്യു മുണ്ടക്കലും സീറ്റ് ടു സ്കൈ കോർഡിനേറ്റർ ജിജു കുളങ്ങരയും പരിപാടിക്ക് നേതൃത്വം നൽകും. ഭൗമദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ വൃക്ഷത്തൈകൾ നടും. അവർക്ക് ആവേശം പകരുവാൻ കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമെത്തും. ഈ വർഷത്തെ ചടങ്ങുകളുടെ തുടക്കം മലയാളികൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന ഹൂസ്റ്റണിൽ നിന്നാണ് എന്നത് പരിപാടിക്ക് കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നു. അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനകളിലൊന്നായ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റണിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ 30-ൽ പരം കുട്ടികൾ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുവാനായി എത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. നാളെ ഏപ്രിൽ 13 എർത്ത് ഡേ ആഘോഷിക്കുകയാണ്. മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റണും 24 ന്യൂസ് ചാനലും സീ ടു സ്കൈയുമായിട്ട് ചേർന്ന് ഏകദേശം 30-ൽ പരം കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടി രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ്. മാഗ് അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ മിസൗറി സിറ്റി മേയർ റോബിൻ ഏലക്കാട്ടും കൗൺസിൽ വുമൺ ലിൻ ക്ലൗസറും മുഖ്യാതിഥികളായി പങ്കെടുക്കും. 24 USA. ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഖത്തറിലെ സ്ത്രീ കൂട്ടായ്മയായ നടുമുറ്റമൊരുക്കിയ സ്നേഹപ്പൊതി 1000-ലേറെ പേർക്ക് ആശ്വാസമായി. പൊതുജന പങ്കാളിത്തത്തോടെയാണ് സമ്മാനപ്പൊതികൾ എത്തിച്ചത്. ഗൾഫിലും നാട്ടിലും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ വിശന്നിരിക്കുന്ന വയറുകളില്ലെന്ന് ഉറപ്പുവരുത്താൻ ലക്ഷ്യമാക്കിയാണ് നടുമുറ്റം പ്രവർത്തകർ ഇത്തവണയും സ്നേഹപ്പൊതിയുമായി സാധാരണക്കാരിലേക്ക് ഇറങ്ങിയത്. സ്ത്രീകൾ വീടുകളിൽ പാചകം ചെയ്ത ഭക്ഷണവുമായി ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയപ്പോൾ പിന്തുണയുമായി പ്രവാസി വെൽഫെയർ പ്രവർത്തകരും കൂടെ നിന്നു. നുഐജയിലെ പ്രവാസി വെൽഫെയർ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ഡോക്ടർ വൈഭവെ തണ്ടാലെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണെന്നും മാനവ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമാണെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നടുമുറ്റം പ്രസിഡന്റ് സന നസീം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ICBF സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി, പ്രവാസി വെൽഫെയർ ആൻഡ് കൾച്ചറൽ ഫോറം പ്രസിഡന്റ് R ചന്ദ്രമോഹനൻ എന്നിവർ സംസാരിച്ചു.
സ്നേഹപ്പതി കോർഡിനേറ്റർ സക്കീന അബ്ദുല്ല പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. നടുമുറ്റം വൈസ് പ്രസിഡന്റ് റുബീന മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും ജനറൽ സെക്രട്ടറി ഫാത്തിമ തസ്നീം നന്ദിയും പറഞ്ഞു. പെരുന്നാൾ ദിനത്തിൽ ഭക്ഷണത്തിന് പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടുമുറ്റം പെരുന്നാളിൽ സ്നേഹപ്പതി വിതരണം നടത്തുന്നത്. റമദാൻ അവസാനത്തെ ദിവസങ്ങളാവുന്നതോടെ ഏരിയകൾ തിരിച്ച് ആവശ്യക്കാരുടെ എണ്ണം തീർച്ചപ്പെടുത്തിയാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ഇതനുസരിച്ച് 1000-ലധികം പേർക്കാണ് ഇത്തവണ പെരുന്നാൾ ദിനത്തിൽ സ്നേഹപ്പതി കൈമാറിയത്. ഇതിന് വളരെ മുന്നേ തന്നെ ഗൂഗിൾ ഫോം വഴി നമുക്ക് എത്രത്തോളം ആളുകൾക്കാണ് നടുമുറ്റം ഈദ് സ്നേഹപ്പതി വേണ്ടതെന്ന് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയാറുണ്ട്. അങ്ങനെ നടുമുറ്റത്തിൻ്റെ ഏരിയകളിലുള്ള ലീഡേഴ്സും അതേപോലെ മെമ്പേഴ്സും വഴി അവർ സ്ത്രീകൾ തന്നെ തയ്യാറാക്കിയ ഭക്ഷണം ഈദിൻ്റെ അന്ന് അർഹരായ ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ പിന്നിൽ നടുമുറ്റത്തിൻ്റെ അടിയിലുള്ള ലീഡേഴ്സും അതുപോലെ എല്ലാ ഏരിയ കോർഡിനേറ്റേഴ്സിൻ്റെയും പ്രവർത്തനവും അതുപോലെ അധ്വാനവും ഉണ്ട്. ബോട്ടുകളിൽ ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ലേബർ ക്യാമ്പിലുമായി മാത്രം 500-ലധികം കിറ്റുകൾ ടീം വെൽഫെയർ അംഗങ്ങളുടെ കൂടി പിന്തുണയോടെ കൈമാറി. മനുഷ്യസ്നേഹത്തിനും ദാനധർമ്മങ്ങൾക്കും ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന റമദാന്റെ യഥാർത്ഥ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്ന വലിയ ദൗത്യമാണ് സ്നേഹപ്പതിയിലൂടെ നടുമുറ്റം പ്രവർത്തകർ നിറവേറ്റിയത്. അൻവർ പാലേരി, 24, ദോഹ. ഒറ്റപ്പെടുന്നവരുടെ വേദനകൾ സംഗീതത്തിൽ വിളക്കിച്ചേർക്കാൻ കഴിഞ്ഞതാണ് ആടുജീവിതത്തിലെ പെരിയോനെ എന്ന ഗാനം പ്രവാസികൾ ഏറ്റെടുക്കാൻ കാരണമെന്ന് ഗായകൻ ജിതിൻ രാജ്. മരുഭൂമിയിൽ ഒറ്റപ്പെടുന്നവന്റെ വേദന എത്രമാത്രം ആഴമുള്ളതാണെന്ന് സംവിധായകൻ ബ്ലസ്സിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നുവെന്നും ജിതിൻ രാജ് പറഞ്ഞു. അകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലിങ്ങിരുന്നാലും അറിയണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലിങ്ങിരുന്നാലും അറിയണുണ്ടേ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ടീമിനൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കാണുന്ന ജിതിൻ രാജ് പ്രവാസ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ആടുജീവിതം തന്നെ സഹായിച്ചുവെന്നും പറയുന്നു. പറ്റുന്ന രീതിയിൽ അത് പാടിയിട്ട് ബ്ലെസ്സി സാർ വെരി പെർട്ടിക്കുലർ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, മ്യൂസിക്കലി പാട്ട്, സംഗീതം, എവറിത്തിങ് എനിക്കൊന്നും പറയാനില്ല, ഞാനതിൽ പറയുന്നുമില്ല. പക്ഷേ ഒരു ഫിലിം അദ്ദേഹത്തിന് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, ഈ പാട്ട് ഇങ്ങനെ വരണം എന്നുള്ളത്. സോ ആ ഒരു പെയിൻ കൂടെ ഉണ്ടാവാമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഉൾക്കൊണ്ടിട്ട് ഇത്തിരി കൂടെ നന്നാക്കാൻ ശ്രമിച്ചു. ആൻഡ് ഇപ്പോൾ എന്താ പറയുക, എൻ്റെ അപ്രോച്ച് അങ്ങനെയായിരുന്നു. ഇപ്പം നമ്മൾ ആസ് എ സിംഗർ ആ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളത് എന്തായിരിക്കും അധികം ഡ്രാമറ്റൈസ് ചെയ്യാണ്ട് എത്രത്തോളം ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്, കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട്, പക്ഷേ സെയിം സമയത്ത് തന്നെ മ്യൂസിക്കലും ആവണം. സംഗീതത്തിലെ ശാസ്ത്രീയമായ ചിട്ടവട്ടങ്ങൾക്കപ്പുറം ഒറ്റപ്പെടുന്നവന്റെ ജീവിതാവസ്ഥകൾ പ്രാർത്ഥനയായി മാറുമ്പോഴുള്ള വൈകാരിക അനുഭവത്തിനാണ് പാട്ടിൽ പ്രാധാന്യം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സ്ഥലത്ത് നമ്മൾ ഒറ്റപ്പെടുമ്പോൾ ലെറ്റ് ഇറ്റ് ബി ഡെസേർട്ട് എന്നല്ല, നമ്മളൊരു ജനറലി എന്താ പറയുക, നമ്മളുടെ ഒരു ലൈഫിലൊരു സിറ്റുവേഷനിൽ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. ഡെഫിനറ്റ്ലി നമ്മൾ ദൈവത്തിനെ വിളിക്കും. നമ്മളുടെ എന്താ പറയുക, കഴിഞ്ഞുപോയ കാലം, നമ്മളൊരു സ്ഥലത്ത് ഒറ്റപ്പെടുമ്പോൾ നമ്മളെ പ്രിയപ്പെട്ടവർ നമ്മുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള തോന്നൽ, എല്ലാം കൊണ്ടും എന്താ പറയുക, അതായിരിക്കും ആളുകൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതിപ്പോൾ ആ ഒരു പടത്തിൻ്റെ സിറ്റുവേഷൻ വരുമ്പോഴും ഇറ്റ്സ് ദ സെയിം. അദ്ദേഹം അവിടുന്ന് എന്താ പറയുക, രക്ഷപ്പെടാനുള്ളൊരു തത്രപ്പാടിലാണ് അവർ രണ്ടുപേരും അവിടെ. അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ദുവ, ഒരു പ്രാർത്ഥന എന്നുള്ള രീതിയിലുള്ളൊരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയും തന്റെ പാട്ടുകളെയും ഒരുപോലെ നെഞ്ചേറ്റിയ പ്രവാസികളോട് പ്രത്യേകം നന്ദിയുണ്ട്. മലപ്പുറം കൊണ്ടോട്ടിയിൽ ജനിച്ചു വളർന്ന താൻ പഠിക്കാൻ വേണ്ടിയാണ് ചെന്നൈയിലേക്ക് താമസം മാറിയതെങ്കിലും തമിഴ് ഉൾപ്പെടെയുള്ള മറ്റു ഭാഷകളിൽ പാടേണ്ടി വന്നപ്പോൾ ഇത് ഏറെ സഹായിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെ വേദനകൾ എവിടെ പോയാലും ഒന്നു തന്നെയാണെന്നും ഗൾഫിൽ ജീവിക്കുന്ന മലയാളികൾക്ക് ഇത് എളുപ്പം കണക്ട് ചെയ്യാൻ കഴിയുമെന്നും ജിതിൻ രാജ് പറഞ്ഞു. കുടുംബത്തിലെ സംഗീത പാരമ്പര്യത്തെക്കുറിച്ച ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: എൻ്റെ അച്ഛൻ ഈ ഉടുക്കല്ലംകുട്ടി അയ്യപ്പൻ പാട്ടൊക്കെ പാടുന്ന ആളായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ ദാമോദരൻ നായർ എന്നാണ് പേര്. അപ്പോൾ അച്ഛൻ്റെ കൂടെ എൻ്റെ അച്ഛനും അത്യാവശ്യം ഇങ്ങനെ പരിപാടിക്കൊക്കെ പോകുമായിരുന്നു. അവരൊരിക്കലും ഈ മുംബൈയിലോ ഡൽഹിയിലോ എവിടെയോ പെർഫോം ചെയ്തിട്ടുണ്ടെന്നൊക്കെ എനിക്ക് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ആ ഒരു ഇതായിരിക്കാം. അറബ് പാരമ്പര്യത്തിന്റെ പുനരെഴുത്തുകൾ പതിഞ്ഞുകിടക്കുന്ന സൂക്ക് വാക്കിഫും പരിസരവും തനിക്കേറെ ഇഷ്ടമായെന്നും അറബ് സംഗീത ലോകവുമായി അടുത്തു പരിചയപ്പെടാൻ ഏറെ ആഗ്രഹമുണ്ടെന്നും ജിതിൻ രാജ് 24-നോട് പറഞ്ഞു. അൻവർ പാലേരി, 24,
ദോഹ. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ഇഡിയുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ കേന്ദ്രീകരിച്ച് CMRL MDക്കും ഉദ്യോഗസ്ഥർക്കും അയച്ച സമൻസിൽ വീണയ്ക്കെതിരായ തെളിവുകൾ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സമൻസിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. CMRL MD ശശിധരൻ കർത്ത, മാനേജർ ചന്ദ്രശേഖരൻ, സീനിയർ ഓഫീസർ അഞ്ജു, CFO സുരേഷ് കുമാർ എന്നിവർക്കയച്ച നോട്ടീസിലാണ് ED അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകളെ ലക്ഷ്യമിട്ടുള്ളതെന്ന് വ്യക്തമാകുന്നത്. എക്സാലോജിക്കും വീണയുമായുള്ള CMRLന്റെ കരാറുകളുടെ പകർപ്പ് ഹാജരാക്കാൻ സമൻസിൽ നിർദ്ദേശം. CMRLന് എക്സാലോജിക്, വീണ എന്നിവർ നൽകിയ സേവനങ്ങളുടെ ഇൻവോയ്സും തേടിയിട്ടുണ്ട്. വീണ, എക്സാലോജിക് എന്നിവരുമായി CMRL നടത്തിയ പണമിടപാടുകളുടെ ലെഡ്ജർ ബുക്ക് ഹാജരാക്കാനും ED നിർദ്ദേശിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ ED അന്വേഷണം ആരംഭിച്ചത്. CMRLുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ED തേടുന്നതെന്നാണ് ആദ്യം ലഭിച്ച സൂചനകൾ. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ലക്ഷ്യമിട്ടാണ് അന്വേഷണമെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. 24 കൊച്ചി. പൂക്കോട് വെറ്റിനറി കോളേജിലെ JS സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI സംഘം നാളെ ഹോസ്റ്റലിൽ പരിശോധന നടത്തും. സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധന നടത്താനാണ് തീരുമാനം. മൃതദേഹം കണ്ടവരോട് ഹാജരാകാൻ CBI നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജസ്ന തിരോധാന കേസിൽ പിതാവ് കോടതിയിൽ നൽകിയ ഹർജിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ജസ്ന ജീവിച്ചിരിപ്പില്ലെന്ന് തിരുവനന്തപുരം CJM കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. സംശയമുള്ള അജ്ഞാത സുഹൃത്തിനെക്കുറിച്ച് വിവരം നൽകിയിട്ടും CBI അന്വേഷിച്ചില്ല. ഫോട്ടോ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ നൽകാൻ തയ്യാറാണ്. ജസ്ന രഹസ്യമായി പ്രാർത്ഥനയ്ക്ക് പോയിരുന്ന സ്ഥലം താൻ കണ്ടെത്തിയെന്നും ഹർജിയിൽ പറയുന്നു. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.